അസ്സലാമു അലൈക്കും. കണ്ണേറ് എന്നത് യാഥാർത്ഥ്യമാണ്. അൽ ഐനി ഹക്കുൻ, കണ്ണേറ് സത്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഖുർആനിലെ സൂചനകളിലൂടെയും ധാരാളം ഹദീസുകളിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അസൂയയോ അത്ഭുതമോ കലർന്ന ഒരു വ്യക്തിയുടെ നോട്ടം കാരണം മറ്റൊരു വ്യക്തിക്കോ വസ്തുവിനോ നാശമോ ബുദ്ധിമുട്ടോ ഉണ്ടാവുന്നതിനെയാണ് നാം കണ്ണേറ് എന്ന് പറയുന്നത്. കണ്ണേറ് കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ക്ഷീണം, അസുഖങ്ങൾ വേഗത്തിൽ ഭേദമാകാതിരിക്കുക, സാമ്പത്തിക നഷ്ടം, കച്ചവടത്തിലെ നഷ്ടം, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, സന്തോഷമില്ലായ്മ, ജോലിയിലും ആരോഗ്യം, സൗന്ദര്യം എന്നിവയിലും ഉണ്ടാവുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നിവയെല്ലാം കണ്ണേറ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാവാൻ സാധ്യതയുണ്ട്. മറ്റൊരാളിൽ ഇഷ്ടപ്പെട്ടതോ നല്ലതോ ആയ എന്തെങ്കിലും കാണുമ്പോൾ കണ്ണേറ് തട്ടാതിരിക്കാൻ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക. സ്വന്തം കാര്യങ്ങളിൽ കാണുമ്പോഴും ഇത് പറയാവുന്നതാണ്. മറ്റൊരാളുടെ നന്മയിൽ സന്തോഷം കാണുമ്പോൾ ബാറകല്ലാഹു ലക്കുമാ എന്ന് പ്രാർത്ഥിക്കുക. കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയാണിത്. നമുക്കറിയാം, അധിക കണ്ണേറും സംഭവിക്കുന്നത് അസൂയയിൽ നിന്നാണ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒരു ഷെറുണ്ട്. ബാറകല്ലാഹു ലക്കുമാ എന്ന് പ്രാർത്ഥന കണ്ണേറിനെ തടയുന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന് ഇത്തരം വല്ലതും ഉണ്ടാവുമെന്ന് ഭയപ്പെടുമ്പോൾ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഓതി അള്ളാഹുവിനോട് കാവൽ തേടണമെന്നും ഹദീസുകളിൽ കാണാം. സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും സൂറത്തുൽ ബഖറയിലെ അവസാന 2 ആയത്തുകളായ ആമനർ റസൂലെല്ലാം ഇതിന് മന്ത്രിക്കാവുന്നതാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുന്നത് പതിവാക്കിയാൽ ഇത്തരം ശല്യങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാമെന്ന് ഇമാം തിർമിദി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അതേസമയം അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതെല്ലാം കണ്ണേറ് കൊണ്ടാണെന്ന് വിശ്വസിക്കുകയും അതിന്റെ പേരിൽ മറ്റുള്ളവരെ സംശയിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമുണ്ടാവുകയും ദൈനംദിന ദിക്റുകൾ പതിവാക്കുകയും ചെയ്യുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ബാധിക്കുകയില്ല. അസൂയ, കണ്ണേറ് തുടങ്ങിയവയുടെ ശല്യങ്ങളിൽ നിന്ന് നാഥൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.